ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾസ് അഥവാ വൃത്തഭാഗങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 190-ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിത്ത് ഈച്ച് വേർട്ടെക്സ് ഓഫ് എ റെഗുലർ ഒക്ടഗൺ ആസ് എ സെന്റർ ആൻഡ് ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ആൻഡ് ദ റിസൾട്ടിംഗ് ഫിഗർ ഈസ് കട്ട് ഓഫ് ആസ് ഇൻ ദ പിക്ചർ ബിലോ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ കട്ട് ഓഫ്? അതായത് ഇവിടെ റെഗുലർ ഒക്ടഗണായ 8 വശമുള്ള ഒരു റെഗുലർ ഒക്ടഗൺ ആണ് തന്നിരിക്കുന്നത്. ഓരോ വശവും 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓരോ ചാപങ്ങൾ വരച്ചിട്ടുണ്ട്, ഓരോ ആർക്ക് വരച്ചിട്ടുണ്ട്. അത് വരച്ചിരിക്കുന്നത് ഓരോ വശത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് അടുത്ത വശത്തിന്റെ മധ്യബിന്ദുവിലേക്കാണ് വരച്ചിരിക്കുന്നത്. ഇനി ഓരോ ചാപത്തിന്റെയും ഓരോ ആർക്കിന്റെയും നീളം തുല്യമാണ്. ആകെ 8 ചാപങ്ങളാണുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിന്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ 8 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ മുഴുവൻ ചാപങ്ങളുടെയും നീളം കിട്ടുമല്ലോ. അതാണല്ലോ ഇതിന്റെ പെരിമീറ്റർ. നമുക്കിനി ചാപത്തിന്റെ നീളം കാണാനുള്ള സമവാക്യം എന്താന്ന് നോക്കാം. ചാപത്തിന്റെ നീളം സമം x/360 × 2πr. r എന്ന് പറയുന്നത് ആരമാണ്, റേഡിയസ് ആണ്. ഇനി എക്സ് എത്ര ആണെന്ന് നമുക്ക് നോക്കണം. ഇത് 8 വശങ്ങളുള്ള ഫിഗർ. അപ്പോൾ എക്സ് നമുക്കിവിടെ 135 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കതൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പം 135/360 × 2πr. ആകെ ഒരു വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ്. അതിന്റെ പകുതി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ 6 1 ഇനി 135ഉം 360നെ 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ 7 5s are 35 ആണ്. റിമൈൻഡർ 1. അപ്പൊ 10 വരും. 10നകത്ത് 2 times 5 ആണ്. ഇനി 13നകത്ത് 2 times 5 ഉണ്ട്. റിമൈൻഡർ 3 വരും. 35നകത്ത് 7 times. ഇനി 72 27 9ന്റെ ടേബിളിലുണ്ട്. അപ്പൊ 9ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യമാണ്? 9 3s ആണ് 27, 9 8s ആണ് 72. അപ്പോൾ 3/8 × 2π എന്ന് കിട്ടിയല്ലോ. × 1 എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. ഇനി 8ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ 3/4π ആണ് ഒരു ചാപത്തിന്റെ നീളം. ഇനി അങ്ങനെ എത്ര ചാപങ്ങളുണ്ട്? 8 ചാപങ്ങളുണ്ട്. അപ്പോൾ 8 ചാപങ്ങളുടെ നീളം, 8 ചാപങ്ങളുടെ നീളം അതാണല്ലോ ആകെ ചുറ്റളവ്. അതാണല്ലോ ആകെ ചുറ്റളവ് എന്ന് പറയുന്നത്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതാണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ആർക്സ് അഥവാ പെരിമീറ്റർ ഈക്വൽ ടു, ഇവിടെ 8 എണ്ണം ഉണ്ട്, × 3/4π. 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 3s are 6π സെന്റിമീറ്റർ ആണ് ആകെ ചുറ്റളവ്.